ഈ ഒരു കബോർഡ് ഇതാ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 ഇയർ ആയി. നമുക്ക് ഇതിനൊരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാം. ഇതിപ്പോഴൊന്നും പറിച്ചു തീരില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അനിയനെയും കൂടി വിളിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നാനോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പറിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു. പക്ഷേ പാടുകളൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. ഒരു പിൻട്രസ്റ്റി ലുക്ക് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ബോ ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ടൊന്ന് വരക്കാണ്. ഇനി ഒരു ഡാർക്ക് പിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കബോർഡിൽ പെയിന്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. കാരണം തെറ്റിപ്പോവാണെങ്കിൽ നമുക്കത് മായ്ക്കാനൊക്കെ പറ്റും. ജസ്റ്റ് കുറച്ച് വെള്ളം നനച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വോളിലൊന്നും വരയ്ക്കുന്ന പോലെ അല്ല കേട്ടോ. എന്തായാലും ഒരു 5-6 മാസം കഴിയുമ്പോൾ എനിക്കിത് ബോറടിക്കാൻ തുടങ്ങും. ഞാൻ വേറെ ഡിസൈൻ മാറ്റേണ്ടി വരും. അപ്പൊ ഇതിൽ നമുക്ക് എത്ര ഡിസൈൻ വേണമെങ്കിലും പിന്നെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതെന്നൊക്കെ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അതേപോലെയൊക്കെ നമുക്ക് ചെയ്യാം. പഠിക്കുന്ന ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫായിട്ടാണ് ഇത് ആദ്യം ഉണ്ടാക്കിയെങ്കിലും ഇപ്പൊ എന്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഷെൽഫിന്റെ അകത്തുള്ളത്. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ബോ വരച്ചു കൊടുത്തു. ഇനി ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള തെർമോകോൾ ബോൾസ് ആണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻ വേണമെന്നായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ചെയ്തു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.